നോക്കാം. കേരളത്തോടൊപ്പം ഒമാനിലെ ഇസ്ലാം മത വിശ്വാസികളും ഈദ് ഉൽ ഫിത്തർ ആഘോഷിച്ചു. ലഹരിക്കെതിരെ ഭരണകൂടത്തോടൊപ്പം നിന്ന് ജാഗ്രത പാലിക്കണമെന്ന് ഖത്തീബുമാർ ഈദ്ഗാഹുകളിൽ ഉദ്ബോധിപ്പിച്ചു. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം സ്നേഹത്തിന്റെ സന്ദേശമുയർത്തി വിശ്വാസികൾ ഈദ്ഗാഹുകളിൽ ഒരുമിച്ച് കൂടി. ഒമാനിലുടനീളം മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നമസ്കാരത്തിനുള്ള നിരവധി ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചിരുന്നു. സാമൂഹിക തിന്മയ്ക്കെതിരായ ലഹരിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഖത്തീബുമാർ ഈദ്ഗാഹുകളിൽ ഉദ്ബോധിപ്പിച്ചു. ജീവിതത്തിൽ ശരിയായ പാതയിൽ സഞ്ചരിക്കുവാനും നീ എന്താണോ കൽപ്പിച്ചത് അതാണ് എന്റെ പ്രവർത്തികൾ, നീ എന്താണോ വിരോധിച്ചത് അതാണ് റബ്ബേ എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. നമ്മുടെ ഭരണാധികാരികളും നമുക്ക് നേതൃത്വം തരുന്നവരുമൊക്കെ ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ ശക്തമായ ഒരു പോരാട്ടത്തിലാണ്. ആ പോരാട്ടത്തിൽ എല്ലാ ജനങ്ങളുടെയും ഹൃദ്യമായ നല്ല പിന്തുണയുണ്ടാവണം. കാരണം ലഹരിയും ലഹരി മാഫിയയും ശക്തിപ്പെട്ട ഈ ഒരു കാലത്ത് അവരോട് പൊരുതാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ ഒരു ജനക്കൂട്ടത്തിനോ സാധ്യമല്ല. എല്ലാവരും സ്വയം അവബോധമുള്ളവരാവുകയും നമ്മുടെ യുവാക്കളെയും കുട്ടികളെയും അവബോധമുള്ളവരാക്കി മാറ്റുകയും ഈ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മുടെ ഭരണാധികാരികളും അധികാരികളും അവർ മുമ്പിൽ വെക്കുന്ന ഏതൊരു പദ്ധതികളോടും ഏറ്റവും ശക്തമായ പിന്തുണയോടെ അതിനെ പിന്തുണക്കണമെന്നും അതിൽ പങ്കാളികളാവണമെന്നും ഹൃദ്യമായി സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ആ ഒരു മാസക്കാലം ആത്മീയ ലഹരി നിസ്കാരത്തിലൂടെയും ഇബാദത്തിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെ നാം നേടിയെടുത്ത ആ ലഹരി മുറുകെ പിടിച്ചുകൊണ്ട് റമളാന് ശേഷവും നമ്മൾ ആ ഭൗതികമായ ലഹരിയിലോട്ട് പോവാതെ ആത്മീയമായ ആ ലഹരി മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ കുട്ടികൾക്കും യുവാക്കൾക്കും അനുജന്മാർക്കും പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും ലഹരിമുക്തമായ ഈദ് ഉൽ ഫിത്തർ ആശംസകൾ. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഒമാനിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹുകളിൽ സ്ത്രീകളും കുട്ടികളുമടക്കം പ്രാർത്ഥനയ്ക്കെത്തിയ ആയിരങ്ങൾ ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്തു. റൂവി അൽക്കരാമ ഹൈപ്പർ മാർക്കറ്റ് കോമ്പൗണ്ടിൽ നടന്ന ഈദ് നമസ്കാരത്തിന് അലി ഷാക്കിർ മുണ്ടേരിയും വാദി കബീർ ഇബിൻ ഗൽദൂൻ സ്കൂളിൽ നടന്ന നമസ്കാരത്തിന് അഷ്കർ നിലമ്പൂരും സീബ് കാൽഡോണിയം കോളേജിൽ നടന്ന നമസ്കാരത്തിന് ഷമീർ ചന്ദ്രാപ്പനിയും സുവേക് ഷാഹി ഫുഡ്സ് ഗ്രൗണ്ടിൽ നടന്ന നമസ്കാരത്തിന് സഫർ മാഹിയും നേതൃത്വം നൽകി. കൈരളി ന്യൂസ്, ഒമാൻ.